രക്തക്കുടിയനായ ഡ്രാക്കുള നമ്മയെല്ലാം കുട്ടിക്കാലത്ത് ഭയപ്പെടുത്തിയ കഥാപാത്രമായിരുന്നു. എന്നാൽ അതിന് പ്രചോദനമായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ചരിത്രത്തിൽ, വലാഹിയൻ റൂളർ വ്ളാഡ് ദ ഇംപൈലർ. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛന് ഒട്ടോമൻ എംപയറിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാൻ ഒട്ടോമൻ പാലസിലേക്ക് ബന്ദിയായി വരേണ്ടി വന്നു വ്ളാഡിനും തൻ്റെ അനിയൻ റാഡോവിനും. രാജകുമാരനായിരുന്ന മുഹമ്മദിനൊപ്പം സന്തത സഹചാരിയായി വളരുമ്പോഴും ആയുധ പരിശീലനവും യുദ്ധതന്ത്ര പരിശീലനവും നേടുമ്പോഴും തൻ്റെ കുടുംബത്തിൽ നിന്ന് തങ്ങളെ മാറ്റി നിർത്തിയ ഒട്ടോമൻ എംപയറിനോടുള്ള പക മനസ്സിൽ കൊണ്ടു നടന്നു വ്ളാഡ്. എന്നാൽ റാഡു തിരിച്ചായിരുന്നു. തങ്ങളെ വളർത്തി വലുതാക്കിയ ഒട്ടോമൻ എംപയറിനോട് തികഞ്ഞ വിധേയത്വം കാത്തു സൂക്ഷിച്ചു അദ്ദേഹം. തൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും മരണശേഷം വലാഹിയുടെ അധികാരം കയ്യിലെത്തിയ വ്ളാഡ് പക്ഷേ ഒട്ടോമൻ എംപയറിനോട് വിധേയപ്പെടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഭയപ്പെടുത്തലാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ വ്ളാഡ് തന്നെ എതിർത്ത പ്രഭുക്കന്മാരെയും ശത്രുക്കളെയും ജീവനോടെ കുന്തത്തിൽ നാട്ടി ഭയപ്പെടുത്തി ഭരണം നടത്തി വലാഹിയയിൽ. വ്ളാഡിന്റെ ധിക്കാരപരമായ നടപടികൾ കണ്ട് വലാഹിയെ പിടിച്ചെടുക്കാൻ തൻ്റെ സൈന്യവുമായി രംഗത്തിറങ്ങി ഒട്ടോമൻ ഭരണാധികാരിയായ മുഹമ്മദ് അൽ ഫാത്തിഹ്. പക്ഷെ വ്ളാഡിന്റെ ആക്രമണങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു. യുദ്ധതന്ത്രങ്ങളുടെ മാസ്റ്ററായിരുന്ന മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ സൈനിക ക്യാമ്പിലേക്ക് അപ്രതീക്ഷിതമായി ഒളിപ്പോര് നടത്തി വ്ളാഡ്. 20,000-ഓളം ഒട്ടോമൻ സൈനികരെ ജീവനോടെ കുന്തത്തിൽ നാട്ടിയ ഭയാനകമായ സാഹചര്യം കണ്ട് സാക്ഷാൽ മുഹമ്മദ് അൽ ഫാത്തിഹിന് പോലും സൈന്യത്തെ പിൻവലിക്കേണ്ടി വന്നു. എന്നാൽ അതേ മുഹമ്മദ് അൽ ഫാത്തിഹുമായുള്ള പോരാട്ടത്തിൽ സർവവും നഷ്ടപ്പെട്ട് രാജ്യം വിട്ടോടേണ്ടി വന്ന വ്ളാഡുവിൻ്റെ കിരീടം പിന്നീട് അനിയനായ റാഡുവിന് സമ്മാനിച്ചു മുഹമ്മദ് അൽ ഫാത്തിഹ്. 1476 തൻ്റെ അവസാന യുദ്ധത്തിൽ പരാജയപ്പെട്ട വ്ളാഡുവിൻ്റെ തലയെറുത്ത് സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹിന് അയച്ചു കൊടുക്കപ്പെട്ടു എന്നതും ചരിത്രമാണ്.